ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇതെല്ലാവരുടെയും എനർജി ആയിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് ഇത് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. മൈൻഡിൽ ഉള്ള ടെൻഷൻസും എല്ലാം മാറ്റി വളരെ ഫ്രീ ആയിട്ട്, മൈൻഡിൽ ഒരു ചിന്തകളും ഒന്നും കൊണ്ടുവരാതെ ജസ്റ്റ് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു എനർജി വെച്ചിട്ട് നിങ്ങളുടെ എനർജിയാണ് നമുക്കിവിടെ ഫസ്റ്റിലെ തന്നെ ഫീൽ ചെയ്തത്. അതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നപ്പോൾ നിങ്ങൾ വേറെ എല്ലാ കാര്യങ്ങളും മറന്ന്, ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെച്യൂരിറ്റിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത, അതായത് നിങ്ങളുടെ ലൈഫിൽ വേറെയുള്ള കാര്യങ്ങൾക്കൊന്നും ഭയങ്കര ഇമ്പോർട്ടൻസോ അതല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ജോലിയായിരിക്കാം, നിങ്ങളുടെ സിറ്റുവേഷന് നിങ്ങൾ എന്താണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ എന്തിലായിരുന്നു കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്, ആ ഒരു ലൈഫ് കംപ്ലീറ്റ്ലി നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു, അതായത് ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു ബോൾ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ അത് മറന്ന് കളിക്കുന്നത്, അതുപോലത്തെ രീതിയിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറി. നിങ്ങൾക്ക് വേറൊരു കാര്യത്തിലും ചിന്തയോ ടെൻഷനോ ഒന്നുമില്ല. നിങ്ങൾ ഇതിൽ മാത്രം നിങ്ങൾ ലയിച്ച് വരുന്ന, ഇനി അതിനുള്ള പ്രോബ്ലംസും കാര്യങ്ങളും ഒന്നും തന്നെ ആലോചിക്കാതെയും എടുക്കാതെയും നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് ആ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് പോവുകയാണ്. അതുപോലെ തന്നെ ചില പ്രോബ്ലംസും ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് എല്ലാ കേസിലും അല്ലെങ്കിലും പറയുകയാണ്, ചില പ്രോബ്ലംസൊക്കെ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ചിലപ്പോൾ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ നിങ്ങൾ അതൊക്കെ ഓക്കെ ആകും എന്ന രീതിയിൽ ഒട്ടും സീരിയസ്നെസ് ഒന്നും കൊടുക്കാതെ നിങ്ങൾ അയാളോടുള്ള ഇഷ്ടത്തിൽ നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും മറന്ന് നിങ്ങൾ അങ്ങ് ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്തെല്ലാം മറന്ന് നിങ്ങൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിരുന്നു നമുക്കിവിടെ ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇയാളോട് എപ്പോഴും ഭയങ്കര തരത്തിലൊരു അറ്റാച്ച്മെൻറ്റും ഇയാൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങളുടെ ഹാർട്ട് കിടന്നിങ്ങനെ ഭയങ്കരമായിട്ടും ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ ഇതിനപ്പുറമൊന്നും നിങ്ങൾ ആലോചിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിനപ്പുറത്തെ ഇയാളില്ലാത്തൊരു ലൈഫിനെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. ആ ഒരു മൊമെൻറ്റ് നിങ്ങൾ മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്തും ഫീൽ ചെയ്തും പോകുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ നമുക്കിവിടെ ഫീൽ ചെയ്യുന്ന എനർജി വെച്ചിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾ ഒരുപാട് സന്തോഷവും ഭയങ്കര ഹാപ്പിനെസ്സൊക്കെ നൽകിയൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഇന്നർ ചൈൽഡിന് ചിലപ്പോൾ ഒരു സ്നേഹം കിട്ടാത്തതേയും അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഒരു ഇമോഷൻസൊക്കെ ഉള്ളൊരു ഇന്നർ ചൈൽഡാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഇന്നർ ചൈൽഡ് വളരെയധികം ഹാപ്പി ആയിരുന്നു. അപ്പോൾ ആ ഒരു നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു സ്നേഹം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ എത്രത്തോളം സന്തോഷം ഒരു കുട്ടി നടക്കുന്ന അതേ ഒരു എനർജിയിലായിരുന്നു നിങ്ങളുടെ ആ ഒരു എനർജിയും, നിങ്ങൾക്ക് അയാളോടുള്ള ഒരു ഇഷ്ടം എന്ന് പറയുകയാണെങ്കിൽ. അതുപോലെ നമുക്ക് അയാളുടെ ഒരു എനർജി ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അയാൾ ഭയങ്കര പോസസീവും ജലസി ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോടൊരു ജലസീനെസ് ഒന്നും കാണിച്ചില്ല എങ്കിലും അയാൾക്ക് മറ്റുള്ളവർ ചിലപ്പോൾ അയാളെക്കാട്ടി ബെറ്ററായിട്ട് ജീവിക്കുന്നതിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ പ്രശ്നമുള്ളൊരു പേഴ്സൺ ആണ്. അപ്പോൾ അയാൾ ഉള്ളിൽ കൊണ്ട് പേടിച്ചിരുന്നത് നിങ്ങൾ അയാളെ വിട്ടു പോകുമോ എന്നൊക്കെ ഓർത്ത് അയാൾക്ക് ഭയങ്കര പേടിയാണ്. അതുപോലെ തന്നെ അയാൾക്ക് എല്ലാം തന്നെ അയാളുടെയൊക്കെ ചിലപ്പോൾ നല്ല ജോലിയായിരിക്കും, അല്ലെങ്കിൽ നല്ല ഫാമിലിയിൽ നിന്നുള്ള ഒരാളായിരിക്കാം, അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുഴപ്പമില്ലാത്ത ബെറ്റർ ഒരു സിറ്റുവേഷനിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ചില കാര്യങ്ങളും ചിലപ്പോൾ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒക്കെ ഒരു പ്രോബ്ലംസൊക്കെ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. എല്ലാവർക്കും ഉണ്ടല്ലോ ഇന്നർ ചൈൽഡ് വൂണ്ട്സ്. അപ്പോൾ അയാളുടെ വൂണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അപ്പോൾ അയാൾക്ക് അയാളിട്ടിട്ട് പോകുമോ എന്ന് ഭയങ്കരമായിട്ടുള്ളൊരു പേടി ഉണ്ടായിരുന്നു ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ അയാൾ ഭയങ്കര സെൽഫിഷ് ആയിരുന്നു. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് കണ്ടുപിടിച്ച് നിങ്ങളുമായിട്ട് ചുമ്മാ വഴക്കുണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ആ പേഴ്സൺ ചെയ്തുകൊണ്ടിരുന്നത്.
അതുപോലെ തന്നെ നിങ്ങളെ ഒന്ന് ഫ്രീ ആയിട്ട് വിടാനും അങ്ങനെയൊന്നും ആ ഒരു പേഴ്സൺ ആഗ്രഹിച്ചിരുന്നില്ല. എപ്പോഴും നിങ്ങളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മനസ്സമാധാനം എങ്ങനെയൊക്കെയാണോ നശിപ്പിക്കാൻ പറ്റുമോ അതൊക്കെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളോട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അയാൾ നിങ്ങളോടൊന്നും തന്നെ തുറന്ന് സംസാരിക്കുകയില്ലായിരിക്കാം. നിങ്ങൾ ഭയങ്കരമായിട്ട് ഓപ്പണൊക്കെ ആയിരിക്കും. പക്ഷേ അയാൾ ഉള്ളിൽ പല കാര്യങ്ങളും പിടിച്ചു വെച്ചിട്ടാണ് അയാൾ നിങ്ങളോട് സംസാരിക്കുക. ഭയങ്കര റഫ് ആൻഡ് ടഫ് ഒക്കെ ആയിട്ടാണ് ആ ഒരു പേഴ്സൺ സംസാരിക്കുന്നത്. അപ്പോൾ ഒന്നും അങ്ങ് വിട്ട് പറയുന്നു ഒന്നുമില്ല. അപ്പോൾ അയാളുടെ ഉള്ളിൽ അയാൾക്ക് എന്തൊക്കെയോ ഭയങ്കര അയാൾ ഒട്ടും കോൺഫിഡൻ്റ് അല്ല. എന്ത് കാര്യം ചെയ്താലും അയാൾക്ക് ഒരു തൃപ്തിയും ഒരു സമാധാനവും ഒന്നും ഉണ്ടാവില്ല. അയാൾക്ക് കുറച്ചുകൂടെ എന്താ പറയുക, എല്ലാത്തിലും ഭയങ്കര വെപ്രാളവും അങ്ങനത്തേക്ക് ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് ഈ ഒരു പേഴ്സണ് ഉള്ളിൽ ഉള്ളത്. അപ്പോൾ അയാൾ എന്ത് കണ്ടാലും അയാൾക്ക് അങ്ങനത്തെ ഒരു വിചാരവും ഒക്കെ തന്നെയാണ്. ഇനി നിങ്ങൾ വേറെ പോകുമോ, അങ്ങനെ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സൺ എന്ന് വെച്ചാൽ ഫുള്ള് നെഗറ്റീവ് കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ അയാൾക്ക് ഒരു പോസിറ്റീവായിട്ടല്ല ഇല്ല അവൾ പോകും അങ്ങനെ അല്ലെങ്കിൽ അവൻ പോകും, എല്ലാം നെഗറ്റീവായിട്ട് ആരോട് എന്ത് പറഞ്ഞാലും മാന്യമായിട്ട് സംസാരിക്കാനോ ഒന്നും അയാൾക്കറിയില്ല. എന്ത് കാര്യത്തിലും നെഗറ്റീവ് നമ്മൾ മറ്റൊരാളോട് പറയുകയാണെങ്കിൽ അല്ല അവർക്ക് വരട്ടെ, അല്ല അവരോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു മിറർ പോലെ അതെല്ലാം നമുക്ക് തന്നെ തിരിച്ചാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ നമ്മളൊരു മിററിൽ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഇമേജ് അല്ലേ കാണുന്നത്. അതുപോലെ തന്നെ നമ്മളൊരാളെ നശിക്കാനും നമ്മളൊരാളെ ചീത്ത വിളിക്കുമ്പോഴും നമ്മളൊരാളെ എന്ത് നെഗറ്റീവായിട്ട് പറഞ്ഞാലും അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ ടൈം ആകുമ്പോൾ വരും. അപ്പോൾ ആ ഒരു പേഴ്സൺ ഫുൾ ഓഫ് നെഗറ്റീവ് എനർജീസാണ്. എല്ലാവരും കുറ്റം പറയുക, എല്ലാവരെയും അനാവശ്യം പറയുക, എല്ലാവരോടും കുശുമ്പും അങ്ങനത്തെ ഒരു പേഴ്സണാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിങ്ങൾ ഭയങ്കര എന്താണെന്നറിയില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം അയാൾ എന്തൊക്കെയോ പ്രോബ്ലംസൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ നിങ്ങൾ അതിൽ കംപ്ലീറ്റ്ലി അഡിക്റ്റ് ആയിപ്പോയി ആ ഒരു വ്യക്തിയിൽ. അപ്പോൾ ആർക്കും നിങ്ങൾ അതിൽ നിന്ന് പിടിച്ച് മാറ്റാനും ഒന്നും പറ്റില്ല. ബിക്കോസ് നിങ്ങൾ ആ ഒരു പേഴ്സണിൽ തന്നെയാണ് നിങ്ങളുടെ മൈൻഡ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടും നിങ്ങളോട് കുറേ നെഗറ്റീവ്സ്, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും അതൊക്കെ ഫുള്ള് നെഗറ്റീവിലൊക്കെയാണ് അവൾ പറയുന്നത്. എല്ലാം കംപ്ലീറ്റ് ആയിട്ടും ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു കൂമ്പാരം എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു പേഴ്സണെ പറയാം. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളോട് ഇങ്ങനെയൊക്കെ കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് വളരെ അധികം വിഷമങ്ങളും നിങ്ങൾക്ക് ഒരുപാട് ഹേർട്ട് ചെയ്യുക അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒട്ടും ഈ ഒരു പേഴ്സണെ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. മേ ബി ഇതിൻ്റെ അകത്തൊരു ഫാമിലി റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്, മേ ബി മക്കളുള്ളവരായിരിക്കാം, അതല്ലെങ്കിൽ സിംഗിൾസ് ആയിട്ടുള്ളവരും ഒക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ എനർജിയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് ഇനി ഇത് പറ്റില്ല എന്ന രീതിയിൽ നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിങ്ങൾ ഒരുപാട് മുമ്പോട്ട് പോയി. പക്ഷേ നിങ്ങൾക്കുള്ളിൽ അയാളോട് ഇപ്പോഴും സ്നേഹമുണ്ട്. അയാൾ ചെയ്തതും അതായത് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളോട് സ്നേഹിക്കുമ്പോൾ ആ ഒരു സ്നേഹം എപ്പോഴും നമ്മുടെ ഉള്ളിൽ കാണും. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിനെ ഇഷ്ടമാണ്, പക്ഷേ നിങ്ങൾ ഇതിൽ നിന്ന് മനഃപൂർവ്വം അത് മറക്കാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ പോവുകയാണ്. അപ്പോൾ ഈ പോയൊരു സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഇത്രയും നാളത്തെ ആ ഒരു എനർജി ഒക്കെ വെച്ചിട്ട് ഈ ഒരു പേഴ്സണ് നിങ്ങളോട് വീണ്ടും അതായത് നിങ്ങളുടെ ആ ഒരു എനർജിയുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണ് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഈ പേഴ്സണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയതിന് ശേഷം ഒരുപാട് ലെസൺസും കാര്യങ്ങളുമൊക്കെ ലൈഫിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അയാൾക്ക് നിങ്ങളുമായിട്ട് വീണ്ടും ജോയിൻ്റ് ആയിട്ട് വരണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അയാൾ മറക്കാനും അല്ലെങ്കിൽ എന്താണെന്നല്ല അയാൾക്ക് എന്തോ ഒരു പ്രോബ്ലം അയാളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് എല്ലാവരും ഒറ്റപ്പെടുത്തു അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു എനർജിയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ലൈഫിൽ അനുഭവിക്കാനുള്ള മാക്സിമം കാര്യങ്ങളൊക്കെ അനുഭവിച്ചു. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് പോയതിന് ശേഷം ഈ ഒരു പേഴ്സൺ ഒരുപാട് ട്രബിളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ എനർജി വെച്ചിട്ട് ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് നഷ്ടപ്പെട്ടു പോയി. ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ആ ഒരു പേഴ്സൺ ഇരിക്കുകയാണ്. അപ്പോൾ അയാൾക്കിനി ഇനി അയാൾക്ക് എല്ലാം എന്താ പറയുക, എല്ലാം അയാളുടെ കൈവിട്ടു പോയി. അപ്പോൾ അയാൾ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ വിഷമിച്ച് ഇപ്പോൾ നമുക്ക് എല്ലാ സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അയാൾക്ക് എന്ത് ചെയ്യണം, അതായത് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണമെന്നുമുണ്ട്, പക്ഷേ അതിന് അവിടുന്ന് അയാളുടെ ഉള്ളിലുണ്ട് കോൺടാക്റ്റ് ചെയ്യണം, സംസാരിക്കണം, എടുക്കണം എന്നൊക്കെയുണ്ട്. പക്ഷേ അയാൾ എവിടെയാണോ ഇരിക്കുന്നത് അയാൾക്ക് അവിടെ നിന്ന്
പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല. ബിക്കോസ് അയാളുടെ ഓരോ പ്രശ്നങ്ങളും, അയാൾ കാണിച്ചു കൂട്ടിയ ഓരോ കാര്യങ്ങളും, അയാളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഓരോ കാര്യങ്ങളും ഒക്കെ ഓർത്ത് അയാൾ മനസ്സുകൊണ്ട് തകർന്ന് വിഷമിച്ച് അയാൾ ഇരിക്കുകയാണ്. അപ്പോൾ മേ ബി ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാവാം. അതല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ചൊരു തീർത്ഥാടനത്തിലേക്ക്, അതായത് സന്യാസിമാരായിട്ട് പോലല്ല പറയുന്ന ഒരു അമ്പലം, പള്ളി അതുപോലുള്ള കാര്യങ്ങളിലേക്ക്, ഒരു കുറച്ചുകൂടെ അങ്ങനത്തെ രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലെവലിലൊക്കെ കുറച്ചൊക്കെ രീതിയിലോട്ടൊക്കെ പോകാനുള്ളൊരു ഇതുണ്ട്. അതായത് ഒരു സമാധാനം കിട്ടാൻ വേണ്ടി കുറച്ച് നാളത്തേക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഈ ഒരു പേഴ്സൺ എല്ലാം തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഇയാൾക്ക് നിങ്ങളോട് ഉള്ളിലുണ്ട്. പക്ഷേ അയാൾ നിങ്ങളെ ഇന്ന് തന്നെ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലോട്ട് കൊണ്ടുപോകാനോ ഒന്നും അയാൾ ആഗ്രഹിക്കുന്നില്ല. അതായത് അയാളുടെ മനസ്സിലോട്ട് ഇപ്പോൾ അങ്ങനത്തെ രീതിയിലൊന്നും വന്നിട്ടില്ല. പക്ഷേ അയാൾക്ക് നിങ്ങളോട് ഉള്ളിൽ ഭയങ്കര സ്നേഹമുണ്ട്. നിങ്ങളോട് കാണിച്ചതും മറ്റുള്ളവരോടൊക്കെ ചെയ്തതും ഒക്കെ ഓർത്ത് വിഷമിച്ചാണ് ആ ഒരു പേഴ്സൺ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജി ഭയങ്കര ഫെമിനൻ നല്ലൊരു എനർജി ആയിട്ടാണ്. അതായത് ഇത്രയും നാളും നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടി കംപ്ലീറ്റ്ലി അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഫോമിൽ നിന്നും മാറി നിങ്ങൾ ചിലപ്പോൾ നിങ്ങളൊരു അമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഒരു അച്ഛനായിരിക്കാം, അങ്ങനെ അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടപ്പെട്ട അത്രയും ഒരു മൂത്ത മോനോ അല്ലെങ്കിൽ മോളോ, അതായത് ഫാമിലി, നിങ്ങളുടെ ഫാമിലിയിൽ വേണ്ട അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ കംപ്ലീറ്റ്ലി ആ ഒരു ഭ്രാന്ത് എന്ന രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ഇഷ്ടത്തിൽ നിന്ന് മാറി നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്കപ്പോൾ ഉണ്ടായിരുന്നുള്ള എല്ലാ ചിന്തകളും ഒക്കെ മാറി നിങ്ങളിപ്പോൾ പതുക്കെ പതുക്കെ ഹീൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഹീൽ ചെയ്യാമെങ്കിലും നമ്മുടെ ഉള്ളിൽ നമുക്ക് ആ ഒരു ഇഷ്ടമുണ്ട്, നമ്മൾ അയാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്ന് മാപ്പ് പറയുകയാണെങ്കിൽ ഞാൻ സ്വീകരിക്കാം എന്നൊക്കെ ഒരു മാനസികാവസ്ഥയിലൊക്കെ തന്നെയാണ്. പക്ഷേ അയാൾ വരുന്നെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നുവെച്ചാൽ അങ്ങനെയല്ല, അയാൾ വരുവാണെങ്കിൽ ഓക്കെ, വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നൊരു മൈൻഡ് സെറ്റിലാണ്. ഇപ്പോൾ മാപ്പൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു എനർജി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യുന്ന എല്ലാ നല്ല നല്ല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ പുതിയൊരു റിലേഷൻഷിപ്പിന് വേണ്ടി ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവും, അതിലൊരു സെക്കൻഡ് മാരേജ് വന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ പുതിയ പുതിയ കാര്യങ്ങളും പുതിയ നല്ല നല്ല എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെക്കാട്ടിയൊക്കെ ഭയങ്കര ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾക്കും നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലൂടെയൊക്കെ കുറച്ചുകൂടെയൊക്കെ ഇൻട്രസ്റ്റും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ കുറച്ച് ഫാമിലിയൊക്കെ ആയിട്ടൊക്കെ കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറാനും എടുക്കാനും ഭയങ്കര ഹാപ്പിനെസ്സൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ എല്ലാ ഇമോഷൻസും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഇപ്പുറത്ത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ രണ്ട് ഇമോഷനും നിങ്ങൾ ബാലൻസ് ചെയ്ത് വളരെ സ്മൂത്തായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ നിങ്ങൾ നല്ലതുപോലെ ഉണ്ട്. അയാൾക്ക് നിങ്ങളെ വിട്ട് കളയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു എനർജി മൈൻഡിൽ നിന്ന് മാറാൻ വേണ്ടി. പക്ഷേ ആ ഒരു ഫീലിങ്സ് അയാൾ മാറ്റും തോറും അത്രയും സ്ട്രോങ് ആയിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഉറക്കം പോലും കിട്ടുന്നില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴത്തെ ആ ഒരു എനർജി എന്ന് വെച്ചാൽ. അപ്പോൾ ചില സമയത്ത് അയാൾ ഈ ഒരു ഫീലിങ്സ് കൂടുമ്പോൾ വിളിക്കത്തില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊക്കെ വിഷമിച്ചിരിക്കും. പക്ഷേ ഗ്രാജുവലി ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും, നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ചാൻസസും കാണുന്നുണ്ട്. ബിക്കോസ് അയാൾക്ക് അത്ര നാളൊന്നും നിങ്ങളില്ലാതെ ഇരിക്കാൻ പറ്റില്ല എന്നൊരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വീണ്ടും കണ്ടുമുട്ടും. കാരണം വെച്ചാൽ ഇതൊരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും. നിങ്ങൾ പല ജന്മങ്ങളും നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ കണ്ട സമയങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ഇത് ട്വിൻ സോൾ എനർജി ആവാൻ ചാൻസ് ഇല്ല. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആവാനാണ് ചാൻസ് കൂടുതലെങ്കിലും നമുക്ക് എന്തായാലും നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു എവിടേക്കോ കണ്ടു മറന്ന പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചിലപ്പോൾ പല പല ജന്മങ്ങളും പല സ്ഥലങ്ങളിലൊക്കെ വെച്ച് കണ്ടതും അങ്ങനെയുള്ള ഒരു ഫീലിങ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഈ ജന്മത്തിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിക്കാൻ വേണ്ടി തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എത്രയൊക്കെ മാറിയാലും നിങ്ങൾ വീണ്ടും വീണ്ടും കണക്ട് ചെയ്തും എങ്ങനെയെങ്കിലുമൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണും ഇത്രയും നാളും ഇപ്പോൾ മാറി നിന്നാലും സംസാരിച്ചില്ലെങ്കിലും ഈ ഒരു പേഴ്സണും നിങ്ങളുടെ പോലെ തന്നെ ചിന്തിക്കുന്നുണ്ട്, ആലോചിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സക്സസ് ആവും. ഈ ഒരു പേഴ്സൺ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ രീതിയിലുള്ള നല്ലൊരു റിലേഷൻഷിപ്പിലോട്ട് വരാനും മേ ബി ഒരു മാരേജിലോട്ടൊക്കെ എത്താനുള്ളൊരു ചാൻസസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സായിട്ട്
യൂണിവേഴ്സായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റിലേഷൻ ആണിത്. അപ്പോൾ നമ്മൾ ആരൊക്കെ എന്തൊക്കെ ഇതിൻ്റെ അകത്ത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്താലും അല്ലെങ്കിൽ നിങ്ങൾ നമ്മളെ കണ്ടു കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നിന്നാൽ കൂടെ തന്നെയും നിങ്ങൾ ഒരുമിക്കുമ്പോൾ ആ ഒരു ദേഷ്യങ്ങളൊക്കെ മാറി നിങ്ങൾ വീണ്ടും സെറ്റായി നല്ല രീതിയിൽ പോകുമെന്നാണ് യൂണിവേഴ്സ് നമ്മളോട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.